ഈ കേസിനകത്ത് എൻ്റെ ഒരു ധാരണ, പ്രതികൾക്കെതിരായ ആവശ്യത്തിനുള്ള തെളിവുകൾ കോടതി മുമ്പിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ബിജു പൗലോസും ഹാജരാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നല്ലൊരു ശതമാനം എവിഡൻസുകൾ ഡിജിറ്റൽ എവിഡൻസാണ്. അപ്പോൾ അതിന് സാക്ഷിയൊന്നും വേണ്ട. ഡിജിറ്റൽ എവിഡൻസും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും 1700 രേഖകളും മൊബൈൽ ഫോൺ എവിഡൻസുകളും, അങ്ങനെ ധാരാളം എവിഡൻസസ് ഈ കേസിനെ കോടതി കൊണ്ടിട്ടുണ്ട്. സാഹചര്യ തെളിവ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദിലീപ് കൃത്യത്തിന് നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും കൃത്യം ചെയ്യിച്ചത് ദിലീപാണ്, ദിലീപിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ കൃത്യം നടത്തിയതെന്നുള്ള ആ കുറ്റച്ചാർജിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള എവിഡൻസ് വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. തന്നെയല്ല, ഈ കേസിലെ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ട് അത് ദിലീപിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡിമാൻഡാണ്, ഈ കൊട്ടേഷൻ അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് എത്തണം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തി എന്ന് ബാലചന്ദ്രകുമാർ പറയുകയും അത് അദ്ദേഹം നേരിട്ട് കാണുകയും ദിലീപിൻ്റെ അവിടുത്തെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സ്ക്രീനിൽ നിന്നുമൊക്കെ എവിഡൻസുകൾ എടുത്തിട്ടുണ്ട്. ആ എടുത്തയാൾ ദിലീപിൻ്റെ എടുത്തയാൾ പിന്നീട് അപ്രൂവറായി മാറിയത് നമുക്കറിയാം. 7-ാം പ്രതി അങ്ങനെയാണ് അപ്രൂവറായി മാപ്പുസാക്ഷിയായി മാറുന്നത്. എന്തായാലും പൊതുവെ ഇത് അവലോകനം ചെയ്യുമ്പോൾ പ്രതികളെ എല്ലാവരും ശിക്ഷിക്കത്തക്ക രീതിയിലുള്ള എവിഡൻസ് കോടതിയുടെ മുമ്പിലുണ്ട്. കേരളത്തെ പിടിച്ചുകുലുക്കിയ സമാനതകളില്ലാത്ത ഒരു കേസായിരുന്നു ഒരു സിനിമാ നടി ഓടുന്ന കാറിൽ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി എന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തിയതാകട്ടെ അതിനേക്കാൾ ഭീകരമായ സത്യങ്ങളും. സ്വന്തം സഹപ്രവർത്തകൻ കൊട്ടേഷൻ നൽകി ബലാത്സംഗം ചെയ്യിച്ചതാണ് എന്ന കണ്ടെത്തൽ കേരളത്തെയും മലയാള സിനിമാ ലോകത്തെയും അതിനേക്കാൾ ഞെട്ടിച്ചു. കേരളത്തിലെ മുൻനിര നായകനായി വിലസുകയായിരുന്ന ദിലീപ് കേസിൽ 8-ാം പ്രതിയായി ജയിലിലുമായി. മലയാള സിനിമാ ലോകം തന്നെ 2 കാലഘട്ടങ്ങളായി വിഭജിക്കപ്പെട്ടു. നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപും ശേഷവും എന്ന്. അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് കൊട്ടേഷൻ നൽകി തട്ടിക്കൊണ്ടുപോയി നടിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. കൊട്ടേഷൻ നൽകിയതും ഗൂഢാലോചന നടത്തിയതും നടൻ ദിലീപാണ് എന്നായിരുന്നു ആരോപണം. കേസിൽ വിസ്താരം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഡിസംബർ 8-ന് കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. കേസിൽ 8-ാം പ്രതിയായാണ് ദിലീപിനെ ചേർത്തിരിക്കുന്നത്. 8.5 വർഷത്തോളം നീണ്ട കേസ്. അതിൽ തന്നെ 5 വർഷത്തിലധികം നീണ്ട വിചാരണാ നടപടികൾക്കൊടുവിലാണ് കേസ് വിധി പറയുന്നത്. വാദം ഉൾപ്പെടെയുള്ള വിചാരണാ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ 11-ന് പൂർത്തിയാക്കിയെങ്കിലും വാദത്തിൽ വ്യക്തത വരുത്തുന്നതിനായി കഴിഞ്ഞ 27 തവണയും കോടതി കേസ് മാറ്റുകയായിരുന്നു. വിചാരണ പൂർത്തിയാക്കിയ ശേഷം പ്രോസിക്യൂഷനോട് പല സംശയങ്ങളും ചോദിച്ചു കോടതി. ഇതിലെല്ലാം വ്യക്തത വരുത്തിയ ശേഷമാണ് കോടതി വിധി പ്രഖ്യാപിക്കുന്നതിനായി മാറ്റിയത്. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് നടിയെ ആക്രമിക്കുന്നതിന് 1-ാം പ്രതിയായ പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയത് ദിലീപ് ആണ് എന്നതായിരുന്നു. ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പറയപ്പെടുന്ന മെമ്മറി കാർഡ് പരിശോധന അടക്കമുള്ള കാര്യങ്ങളും കേസിനെ ഏറെ ചർച്ചയാക്കി. 2017 ഫെബ്രുവരി 17-ന് രാത്രിയാണ് കേരളത്തെ തന്നെ ഞെട്ടിച്ച ആ സംഭവം അരങ്ങേറുന്നത്. അങ്കമാലി അത്താണിക്ക് സമീപത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിൽ മലയാള സിനിമയിലെ ഒരു യുവനടി ക്രൂരമായി അതിക്രമത്തിന് ഇരയായി എന്ന വാർത്ത കേട്ട കേരളമാകെ നടുങ്ങി. അന്നുവരെ മലയാളിക്ക് കേട്ടുകേൾവി ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ കേസിലൂടെ ചുരുളഴിയപ്പെടാൻ പോകുന്നത് എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ആ രാത്രി പുലരും മുൻപ് കാർ ഓടിച്ചിരുന്ന മാർട്ടിൻ ആന്റണി പിടിയിലായി. പിന്നീട് അങ്ങോട്ട് അറസ്റ്റുകളുടെ പരമ്പര. ഒരാഴ്ചക്കകം തന്നെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച മുഖ്യപ്രതിയായ പൾസർ സുനി എന്നറിയപ്പെടുന്ന സുനിൽ കുമാറും പിടിയിലായി. സുനിയുടെ അറസ്റ്റോടെയാണ് കേരളത്തെ ശരിക്കും ഞെട്ടിച്ച സംഭവത്തിന്റെ യഥാർത്ഥ വിവരം പുറത്തുവരുന്നത്. സുനി കൊട്ടേഷൻ ഏറ്റെടുത്ത് നടിയെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. കൊട്ടേഷൻ നൽകിയത് നടിക്കൊപ്പം ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ച മലയാളത്തിലെ ഒരു മുൻനിര നായകനായ ദിലീപ്. മലയാള സിനിമാ ലോകം തന്നെ 2ആയി പിളർന്ന ഒരു വാർത്ത. വൈകാതെ സുനിക്ക് കൊട്ടേഷൻ നൽകി ഗൂഢാലോചന നടത്തിയതിന് മലയാളത്തിൽ ജനപ്രിയ നായകൻ എന്ന മേലങ്കി അണിഞ്ഞ ദിലീപിനെ ജൂലൈ 10-ന് അറസ്റ്റ് ചെയ്തു. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്ന് തട്ടിക്കൊണ്ടുപോയി അപകീർത്തിയ ദൃശ്യം പകർത്താൻ കൊട്ടേഷൻ നൽകുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. പിന്നാലെ ദിലീപിനെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കി. പുറകെ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന വനിതാ സംഘടന രൂപീകരിക്കപ്പെട്ടു.
ഇതോടെ മലയാള സിനിമാ നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപും ശേഷവും എന്ന് രണ്ടായി മലയാള സിനിമാ ലോകം വിഭജിക്കപ്പെട്ടു. കേസിന്റെ നാൾവഴി ഇങ്ങനെയാണ്. 2017 ഫെബ്രുവരി 17 രാത്രി 9 മണിയോടെയാണ് ഓടുന്ന കാറിൽ യുവനടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടത്. പൾസർ സുനി എന്നറിയപ്പെടുന്ന സുനിൽ കുമാറായിരുന്നു പീഡനത്തിന് നേതൃത്വം നൽകിയത്. കാർ ഓടിച്ചിരുന്ന മാർട്ടിൻ ആന്റണി എന്ന കൊട്ടേഷൻ സംഘാംഗം അന്ന് തന്നെ പിടിയിലായി. നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തിയത് പൾസർ സുനിയായിരുന്നുവെന്ന് പിടിയിലായ മാർട്ടിനിൽ നിന്ന് മനസ്സിലായതോടെ പോലീസ് സംഘം സുനിക്കായി വലവിരിച്ചു. അതിനിടയിൽ കൊട്ടേഷൻ സംഘം സഞ്ചരിച്ച 2 കാറുകളും സംഘത്തിൽ ഉൾപ്പെട്ട ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവരും കോയമ്പത്തൂരിൽ നിന്നും പിടിയിലായി. അടുത്ത ദിവസം കൊച്ചി തമ്മനം സ്വദേശി മണികണ്ഠനും പിടിയിൽ. സംഭവം നടന്ന് ഒരാഴ്ച തികയുന്ന ദിവസം പൾസർ സുനിയും പിടിയിലായി. പോലീസിനെ വെട്ടിച്ച് കീഴടങ്ങുക എന്ന ലക്ഷ്യവുമായി കോടതി മുറിക്കുള്ളിലേക്ക് ഓടിക്കയറിയ പൾസർ സുനിയെയും വിജീഷിനെയും കോടതി മുറിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. അങ്ങനെ 7 പ്രതികളെ ഉൾപ്പെടുത്തി 2017 ഏപ്രിൽ 18 അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചു. പൾസർ സുനി എന്ന സുനിൽ കുമാർ ആയിരുന്നു 1ാം പ്രതി. അതിനിടയിൽ കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് എന്ന തരത്തിൽ സുനിയിൽ നിന്ന് സൂചനകൾ ലഭിച്ചു. ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചതിന് സുനിയുടെ സഹായികളെ ജൂൺ 25 അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം 3 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ജൂൺ 28 ദിലീപിനെയും സുഹൃത്തും നടനും സംവിധായകനുമായ നാദിർ ഷയെയും ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി 13 മണിക്കൂർ മൊഴിയെടുത്തത്. ഇത് വലിയ വാർത്തയായി. അപ്പോഴും അന്വേഷണം മുന്നോട്ടു പോയി. അതിനിടയിൽ ദിലീപ് ആ സമയം അവസാനമായി അഭിനയിച്ച ജോർജേട്ടൻസ് പൂരം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയിരുന്നതായി തെളിവ് ലഭിച്ചു. ഇതാണ് കേസിനെ വഴിത്തിരിവിലെത്തിച്ചത്. അങ്ങനെ 2017 ജൂലൈ 10 ദിലീപിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 11 ദിലീപ് റിമാൻഡിലായി ആലുവ സബ് ജയിലിലെത്തി. അതിനുശേഷവും ചെറുതും വലുതുമായ പല അറസ്റ്റുകളും നടന്നു. അതിനിടെ ഓഗസ്റ്റ് 15 അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ദിലീപിന്റെ അമ്മ കത്തയക്കുന്ന സ്ഥിതിയുണ്ടായി. നവംബർ 22 ദിലീപിനെ 8ാം പ്രതിയാക്കി അന്വേഷണ സംഘം അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചു. അതിക്രമം നടത്തുന്നതിനായി ഗൂഢാലോചന നടത്തി എന്നതാണ് ദിലീപിനെതിരെ ചുമത്തിയ കുറ്റം. കേസിൽ വനിതാ ജഡ്ജി വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടിയും കോടതിയെ സമീപിച്ചു. അങ്ങനെ ഹൈക്കോടതിയുടെ ഉത്തരവോടെ വിചാരണ നടപടികൾക്കായി അന്നത്തെ സ്പെഷ്യൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് നിയമിക്കപ്പെട്ടു. 2020 ജനുവരി 30 വിചാരണ ആരംഭിച്ചത്. അടച്ചിട്ട കോടതിയിൽ ആക്രമിക്കപ്പെട്ട നടിയെയാണ് ആദ്യം വിസ്തരിച്ചത്. വിചാരണ നടപടി നടക്കവേ വനിതാ ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി ആ ആവശ്യം തള്ളി. അതിനിടെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപും സുപ്രീം കോടതിയെ സമീപിച്ചു. 2021 ഡിസംബർ 17 ഈ ഹർജി ദിലീപ് പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ കോവിഡ് കാരണവും മറ്റ് പല കാരണങ്ങളാലും വിചാരണ നീണ്ടുപോകുകയായിരുന്നു. ദിലീപിനെതിരെ മൊഴി നൽകി ബാലചന്ദ്രകുമാറിന്റെ രംഗപ്രവേശമുണ്ടായതും ഈ സമയത്തായിരുന്നു. 2023 ഓഗസ്റ്റിലാണ് ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിതയായ നടി പിന്നെയും ഹൈക്കോടതിയിൽ എത്തിയത്. ഹാഷ് വാല്യൂ മാറിയത് ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. അതേസമയം തന്നെ വിചാരണ പൂർത്തിയാക്കാൻ അവസാനം 8 മാസം കൂടി വിചാരണ കോടതി നീട്ടി ചോദിച്ചു. അങ്ങനെ പലകുറി മാറ്റിയും നീട്ടിയും സാക്ഷി വിസ്താരം പൂർത്തിയായത് 4.5 വർഷം കൊണ്ടായിരുന്നു. സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് കേസിൽ ഉടനീളം കണ്ടത്. ദിലീപിനെതിരായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചതും ആദ്യം ദിലീപിനെതിരായി മൊഴി നൽകിയ ചില താരങ്ങൾ പിന്നീട് മൊഴി മാറ്റിയതും സത്യസന്ധമായ നടപടികൾക്ക് വേണ്ടി അതിജീവിതയ്ക്ക് രാഷ്ട്രപതിയെ വരെ സമീപിക്കേണ്ടി വന്നതും നടി ആക്രമിക്കപ്പെട്ട കേസിനെ വലിയ രീതിയിൽ ചർച്ചയാക്കി. ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ഓഡിയോ ക്ലിപ്പുകളെ ആധാരമാക്കി പുതിയ FIR ഇട്ടതും ജനുവരി 10 സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് അതിജീവിതയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വീണ്ടും നാടകീയമായ സംഭവങ്ങളുടെ ഘോഷയാത്രയിലേക്ക് നയിച്ചു. വിചാരണ വേളയിൽ 4.5 വർഷം കൊണ്ട് ആകെ 261 സാക്ഷികളെ വിസ്തരിക്കുകയും 1600 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. 8.5 വർഷം നീണ്ട കേസ് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. ഒടുവിൽ ഡിസംബർ 8 കേസിന്റെ വിധി വരികയാണ്. ദിലീപിന്റെ ഭാവി അടക്കം ഡിസംബർ 8 വിധിയിൽ നിർണായകമാകും.
സിനിമയിലെ സംഘടനാ രംഗത്ത് പലയിടങ്ങളിലും അവസാന വാക്കായിരുന്ന ദിലീപിന് എല്ലായിടങ്ങളിലും സ്ഥാനം നഷ്ടപ്പെടുത്തിയത് ഈ കേസായിരുന്നു. അതിൽ നിന്ന് പിന്നീടൊരു അതിജീവനം ദിലീപിന് സാധ്യമായിട്ടില്ല. ദിവസങ്ങളോളമുള്ള ജയിൽവാസത്തിനൊടുവിൽ പുറത്തിറങ്ങുമ്പോൾ ദിലീപിന് ആശ്വാസമായത് രാമലീലയുടെ പേരിനൊരു വിജയവും ഒപ്പം നിന്ന കുറച്ച് ആരാധകരും മാത്രമായിരുന്നു. ശേഷം കേരളം കണ്ടതും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും നായകനായ വില്ലന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. കേസിന്റെ എവിഡൻസ് സ്ട്രോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് കുറ്റച്ചാർജ് കൊടുത്തപ്പം അതിൻ്റെ അകത്ത് ഒരു 120B ഗൂഢാലോചന, കാരണം കൃത്യത്തിൽ ദിലീപ് പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് ഗൂഢാലോചനയും അതുപോലെ തന്നെ പൾസർ സുനി അറേഞ്ച് ചെയ്തതെല്ലാം ദിലീപാണ് എന്നുള്ള എവിഡൻസ് വന്നിട്ടുണ്ട്. അത് തന്നെയല്ല 376D ഒരു ഗാങ് റേപ്പ് എന്ന് തന്നെ പറയാം. കാരണം ആ വാഹനത്തിനകത്തുണ്ടായിരുന്ന പ്രതികൾ, ഡ്രൈവറും പ്രതികൾ, പീഡനത്തിന് ശ്രമിച്ച പൾസർ സുനി ഉൾപ്പെടെ പൾസർ സുനിയുടെ കൂട്ടുകാരും എല്ലാം പ്രതികളായിട്ടുണ്ട്. ഏകദേശം 9 പ്രതികൾ ഇതിനകത്തുണ്ട്. ദിലീപ് 8ാം പ്രതിയാണ്. 9ാം പ്രതിയും 7ാം പ്രതിയും അപ്രൂവറായി മാറിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഡിജിറ്റൽ എവിഡൻസ് ഈ പീഡനത്തിൻ്റെ റിട്രീവ് എടുത്ത ആൾ അത് തീർച്ചയായിട്ടും അയാളെ കൂടെ പ്രതിയാക്കിയെങ്കിലും അയാൾ അപ്രൂവറായിട്ട് മാറി. അതിന് വലിയ എവിഡൻഷ്യറി വാല്യൂ ഉണ്ട്, കൂട്ടുപ്രതിയാണ്. അത് തന്നെയല്ല, ഇതിനകത്ത് 306 ഈ കേസിൻ്റെ കുറ്റച്ചാർജിനകത്ത് 120B 342 366 376D 561 201 212 34 IPC പ്രകാരമാണ്. കാരണം അന്ന് 2017 കാലത്ത് BNS വന്നില്ല, അതുകൊണ്ട് IPCയിലെ ഒഫൻസ് തന്നെയാണ് കോടതിയിൽ കുറ്റച്ചാർജ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ട്രയലാണ് നടന്നത്. ഏതായാലും 376D ഗാങ് റേപ്പ് വന്നപ്പം ശിക്ഷ പറയുന്നത് 20 വർഷമാണ്, അല്ലെങ്കിൽ ജീവപര്യന്തം ജീവപര്യന്തം കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ആ കൃത്യത്തിന് പങ്കെടുത്ത പ്രതികൾക്കൊക്കെ ജീവപര്യന്തം കൊടുക്കും, അല്ലെങ്കിൽ 20 years ശിക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ മറ്റൊരു 366 കിഡ്നാപ്പിംഗ്, തട്ടിക്കൊണ്ടുപോയി ആ നടിയെ കാറിൽ കയറ്റി ദുരിതശത്തോടെ കാറിൽ കയറ്റി കൊണ്ടുവരുന്ന വഴിക്ക് ആ കാർ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഈ പ്രതികൾ കാറിനുള്ളിൽ കയറി ആ നടിയെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അവർ ഷൂട്ട് ചെയ്തെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു 10 വർഷം വരെ കൊടുക്കാം. എന്തെന്നാലും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാണെന്ന് ഞാൻ കരുതുന്നത്. ദിലീപ് കൃത്യത്തിൽ പങ്കെടുത്തില്ലെങ്കിലും 120B ഗൂഢാലോചനയിലുണ്ട്. ദിലീപിന് വേണ്ടിയിട്ടാണ് ഈ കൃത്യം ചെയ്തതെന്ന് പ്രതി പല സന്ദർഭത്തിലും പൾസർ സുനി പറഞ്ഞിട്ടുണ്ട്. അത് കോടതിയിൽ എവിഡൻസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും കോടതിയെ പറ്റിയും വളരെ മോശമായ അഭിപ്രായങ്ങളുമൊക്കെ എൻ്റെ ഇടയ്ക്ക് പൊന്തി വന്നു. പക്ഷേ അചഞ്ചലമായി കോടതി അവിടെ നിന്നു. ഹൈക്കോടതിയിൽ ആ ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞ കൊടുത്ത കേസുകളൊന്നും ഹൈക്കോടതി വിലക്കെടുത്തില്ല. അങ്ങനെ പോയാൽ കേരളത്തിലെ എല്ലാ ട്രയൽ നടക്കുന്ന ജില്ലാ ജഡ്ജിമാരുടെ ബെഞ്ചിലും ഇതുപോലുള്ള ആരോപണം കൊണ്ട് അവരെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ആ ജഡ്ജിയെ മാറ്റിയില്ല. ജഡ്ജി തന്നെ ആരോപണങ്ങളും പ്രത്യാരോപണമൊക്കെ വന്നിട്ടും അചഞ്ചലമായിട്ട് ജഡ്ജി ആ കേസിൻ്റെ ട്രയൽ കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ എവിഡൻസുകളെല്ലാം റെക്കോർഡ് ചെയ്തു. വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് ആ ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കൽ. മാസക്കണക്കിന് അവർ ഊണോ ഉറക്കോ ഒഴിച്ചിട്ടാണ് ആ ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സംശയം വരുമ്പോഴും ആ പ്രതിഭാഗം വക്കീലിനെ വിളിച്ച് ക്ലാരിഫിക്കേഷൻ നടത്തുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അജകുമാറാണ്, തിരുവനന്തപുരത്തുള്ള അജകുമാറാണ് ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് കൂടെ ബിജു പൗലോസിൻ്റെ ഒപ്പം നിന്നത്. അദ്ദേഹത്തിൻ്റെ സേവനവും വിലപ്പെട്ടതാണ്. അതുപോലെ പ്രതിക്ക് വേണ്ടിയിട്ടും രാമൻപിള്ളയും അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിക്കുന്ന എല്ലാ നിയമപ്രശ്നങ്ങളും കോടതി കൊണ്ടുവന്നു. ഏതായാലും വളരെ ദീർഘമായ 2018 മുതൽ ട്രയൽ അങ്ങ് തുടങ്ങി. ഏകദേശം 7 വർഷത്തോളം ട്രയൽ നീണ്ടു പല കാരണങ്ങൾ കൊണ്ട്. എന്തായാലും ഇപ്പോൾ കോടതി ഡിസംബർ 8 വിധി പ്രസ്താവിക്കുമെന്ന് വാർത്ത വന്നു കഴിഞ്ഞു. ഇതേപ്പറ്റി ധാരാളം ചർച്ചകൾ കേരളത്തിലെ എല്ലാ ചാനലുകളിലും യൂട്യൂബുകളിലൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും അതിനൊരു പര്യവസാനം വരികയാണ്.